നല്ല ഇരുട്ടുള്ള രാത്രിയിൽ സന്ദീപ് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് രണ്ട് സ്ത്രീകൾ തൻ്റെ വീടിന് ചുറ്റും നടക്കുന്നതാണ്. നിങ്ങൾ ആരാണെന്ന് സന്ദീപ് ഉറക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ മുകളിലേക്ക് നോക്കി സന്ദീപിനെ പരിഹസിക്കുന്നവണ്ണം ചിരിക്കാൻ തുടങ്ങി. സന്ദീപ് അപ്പോൾ തന്നെ വീട്ടിലെ മുഴുവൻ ലൈറ്റുകളും തെളിയിച്ച് താഴേക്കിറങ്ങി വന്നു. പക്ഷേ അവിടെ എങ്ങും ആരെയും കണ്ടില്ല. ആ വീട്ടിൽ വെച്ച് മരിച്ച മുത്തശ്ശിയും കൊച്ചുമകളുടെയും ആത്മാക്കൾ ഇപ്പോഴും ഗതി കിട്ടാതെ അലയുകയാണെന്ന് സന്ദീപിന് മനസ്സിലായി. സന്ദീപ് അപ്പോൾ തന്നെ രാത്രി ജഡ്ജിയെ വിളിച്ച് ഒരിക്കൽ കൂടി നാളെ ഇവിടെ വരുന്ന കാര്യം ഓർമ്മിപ്പിച്ചു. അങ്ങനെ രാവിലെ 10 മണി ആയപ്പോഴേക്കും ജഡ്ജിയും ഭാര്യയും മകളും അവരുടെ വീട്ടിലേക്കെത്തി. സന്ദീപ് അവരെയെല്ലാം ലിവിംഗ് റൂമിൽ ഇരുത്തിയ ശേഷം ജഡ്ജിയുടെ ഭാര്യയെ മാത്രം പുറത്തേക്ക് വിളിച്ചു. കാര്യസ്ഥൻ ഗോപാലൻ താൻ ബോംബെയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് എഴുതിയ കത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ അതിപ്പോൾ 5 വർഷം കഴിഞ്ഞില്ലേ, അത് അന്നേ വായിച്ച് കളഞ്ഞിട്ടുണ്ടാവുമെന്നവർ മറുപടി നൽകി. കാര്യസ്ഥൻ ഗോപാലൻ്റെ കത്ത് വായിച്ച ശേഷം നിങ്ങൾ എന്താണ് ഒരിക്കൽ പോലും അയാളെക്കുറിച്ച് അന്വേഷിക്കാഞ്ഞതെന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ ഗോപാലൻ തൻ്റെ മരുമകൻ മരിച്ച സങ്കടത്തിലിരിക്കുമ്പോൾ തങ്ങൾ വിളിച്ച് ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ് വിളിക്കാഞ്ഞതെന്ന് അവർ മറുപടി നൽകി. അടുത്തതായി സന്ദീപ് ജഡ്ജിയെ അവിടേക്ക് വിളിച്ചു വരുത്തി. കാര്യസ്ഥൻ ഗോപാലൻ അന്നെഴുതിയ കത്ത് സാറിന് ആരാണ് തന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കത്ത് അന്ന് തനിക്ക് തന്നത് തൻ്റെ വീട്ടിൽ അന്ന് ജോലിക്കുണ്ടായിരുന്ന ഒരു ഡ്രൈവറാണെന്നും ഇപ്പോൾ അയാളെയും ആരോ കൊന്നിരിക്കുന്നു എന്നും ജഡ്ജി മറുപടി പറഞ്ഞു. പിന്നീട് ജഡ്ജിയെ പറഞ്ഞുവിട്ട ശേഷം ജഡ്ജിയുടെ മകളെ സന്ദീപ് അവിടേക്ക് വിളിപ്പിച്ചു. നിങ്ങളുടെ വീട്ടിൽ പണ്ട് മുതലേ ജോലിക്ക് നിൽക്കുന്ന ആ വേലക്കാരിക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, സുഖമാണല്ലോ എന്ന് സന്ദീപ് തിരക്കി. അവർക്കിപ്പോഴും കുഴപ്പങ്ങളൊന്നുമില്ലെന്നും അവർ വീട്ടുജോലികളെല്ലാം വളരെ ഭംഗിയായാണ് തീർക്കുന്നതെന്നും അവൾ മറുപടി പറഞ്ഞു. ഇത് കേട്ട സന്ദീപ് അവരിപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ജോലിക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് പതർച്ച പുറത്ത് കാണിക്കാതെ അയ്യോ അവർ അന്നേ മരിച്ചുപോയെന്നും ഇപ്പോൾ ഉള്ളത് പുതിയൊരു ജോലിക്കാരിയാണെന്നും അവൾ മറുപടി പറഞ്ഞു. അവളുടെ ആ പതർച്ചയിൽ നിന്ന് സന്ദീപിന് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ബോധ്യമായി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ.